ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മളുടെ 4ാമത്തെ ക്ലാസ്സാണ്. നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പാർസക്ക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസക്ക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. പൗരാണിക സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെട്ടിരുന്ന ഗ്രഹം വ്യാഴമാണ്. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഗാനിമീഡ്, കാലിസ്റ്റ, അയോ, യൂറോപ്പ. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പേടകമാണ് മറീനർ 2 1962. ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് ഗേൽ ക്രേറ്ററാണ്. സ്പിരിറ്റ്, ഓപ്പർച്യൂണിറ്റി എന്നിവയും അമേരിക്ക ചൊവ്വയിലേക്ക് വിക്ഷേപിച്ച പേടകങ്ങളാണ്. ബുധനെ നിരീക്ഷിക്കാൻ 2004 നാസ വിക്ഷേപിച്ച പേടകമാണ് മെസ്സഞ്ചർ. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാനായി 2006 നാസ വിക്ഷേപിച്ച ന്യൂ ഹൊറൈസൺ ആണ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-11. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2008 നവംബർ 8. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായിട്ട് ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാൻ്റെ പേടകം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാനാണ് G. മാധവൻ നായർ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ M. അണ്ണാദുരൈ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ P. വീരമുത്തുവേലാണ്. ശനിയെക്കുറിച്ച് പഠിക്കാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി ഹൈജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആണ്. അപ്പം ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾ കോപ്പർ, നിക്കൽ, സിങ്ക്. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായിട്ടുള്ള പദാർത്ഥമാണ് മർക്കുറി. വൈദ്യുതി കടത്തിവിടുന്നതിനോടൊപ്പം വിഘടനത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയായിട്ടുള്ള അവസ്ഥയിലും കാണപ്പെടുന്ന ഇലക്ട്രോലൈറ്റുകളായിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ. വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഒരു ഇലക്ട്രോണിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അടുത്തതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും ബന്ധിപ്പിക്കുന്നു. പോസിറ്റീവ് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് ആനോഡ് എന്നും നെഗറ്റീവ് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ് എന്നും അറിയപ്പെടുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനയോണിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസസെല്ലുകൾ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണമുണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. അടുത്ത ക്വസ്റ്റ്യൻ അയിരുകളാണ്. അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റീസ്. അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റീസ്. ടിന്ന്, കാസിറ്ററൈറ്റ്. ലെഡ്, ഗലീന, ലിത്താർജ്. അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. കോപ്പർ, മാലക്കൈറ്റ്, ചാർക്കോലൈറ്റ്, കോപ്പർ പെറൈറ്റീസ്. യുറേനിയം, പിച്ച് ബ്ലെൻഡ്. മെർക്കുറി, സിന്നബാർ. സ്വർണം, ബിസ്മത്ത്, അറൈറ്റ്. ആൻറ്റിമണി, സ്റ്റിബ്നൈറ്റ്. ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈൽ.
മാംഗനീസ്, പൈറോലിസൈറ്റ്, വനേഡിയം, പെട്രോനൈറ്റ്, നിക്കൽ, പെല്ലാൻഡേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റലുകൾ അഥവാ ഷെല്ലുകൾ. ഓർബിറ്റലിൻ്റെ ആകൃതി വൃത്താകൃതിയിലാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². n = ഷെല്ലുകളുടെ എണ്ണം. ഓരോ ഷെല്ലുകളുടെയും ഉള്ള ഉപ ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ. ഒരു ആറ്റത്തിൻ്റെ സബ് ഷെല്ലുകൾ 4 ആറ്റത്തിൻ്റെ സബ് ഷെല്ലുകളാണ് SPDF. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെൻ്റൽ. എല്ലാ ഷെല്ലുകളുമുള്ള പൊതുവായിട്ടുള്ള സബ് ഷെല്ലാണ് എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. പി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഡി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10. എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന സാധ്യത കൂടിയ മേഖലയാണ് ഓർബിറ്റൽസ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. എസ് സബ് ഷെല്ലിൽ ഓർബിറ്റലുകളുടെ എണ്ണം 1. പി സബ് ഷെല്ലിൽ ഓർബിറ്റലുകളുടെ എണ്ണം 3. ഡി സബ് ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം 5. എഫ് സബ് ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം 7. പി സബ് ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി ഡംബൽ ആകൃതിയിലാണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഓർബിറ്റലുള്ള സബ് ഷെല്ലാണ് എസ് സബ് ഷെല്ലിൽ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ ഓർബിറ്റലുകൾ KLMN ആണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. ബോർ മാതൃക പ്രകാരം ഇലക്ട്രോണുകൾ ഷെല്ലുകൾ നിറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജനില കൂടി വരുന്നത്. ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്നും കൂടിയതിലേക്ക് എന്ന ക്രമത്തിൽ നിറയുന്ന പ്രക്രിയയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ് ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിറയുമ്പോൾ 3Pയിൽ നിറച്ച ശേഷം 3Dയിലേക്ക് നിറയ്ക്കുന്നതിന് പകരം 4sൽ നിറയ്ക്കുന്നതിന് കാരണം 4s സബ് ഷെല്ലിൽ 3D സബ് ഷെല്ലിനേക്കാൾ ഊർജ്ജം കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റയോണിൻ്റെ വലുപ്പം കുറയുക. അയോണിക് ബോണ്ടിങ് എന്നത് ഒരു തരം കെമിക്കൽ ബോണ്ടിങ് ആണ്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ബന്ധനമാണ് അയോണിക ബന്ധനം. ഈ ബന്ധനത്തിൽ ഇലക്ട്രോണുകൾ നേടുന്ന ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ അഥവാ ആനയോണുകൾ ഉണ്ടാകുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന ആറ്റങ്ങൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കാറ്റയോണുകൾ ഉണ്ടാക്കുന്നു. ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം അയോണുകളാണ്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. അപ്പോൾ എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ് എന്ന് പഠിച്ചു വെക്കുക. കാഥോഡിലേക്ക് വരുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് ഇലക്ട്രോഡുകളാണ് ആനയോണുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ആൽക്കലികൾ. pH മൂല്യം 7ൽ കൂടിയ ലായനികളാണ് ആൽക്കലികൾ. ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകൾ പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. pH മൂല്യം 7ൽ കുറവായിട്ടുള്ള ലായനിയാണ് ആസിഡ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ. എല്ലാ ആസിഡുകളും പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഏറ്റവും ക്രിയാശീലമുള്ള ആസിഡ് പെർക്ലോറിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം.
ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തം അറീനിയസ് സിദ്ധാന്തം. ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ലൂയിസ് ആസിഡ്, ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ലൂയിസ് ബേസുമാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ലൂയിസ് സിദ്ധാന്തം. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ബേസിക് സ്വഭാവമാണ്. ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം 2019. മൂലകങ്ങളുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടിക ആവർത്തന പട്ടികയാണ്. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് ലോത്തർ മേയറാണ്. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ അലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ ഇടത്ത് നിന്നും വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങൾ 118 സ്വാഭാവിക മൂലകങ്ങൾ 92. 92ാമത്തെ മൂലകം യുറേനിയമാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേഫ് ആണ്. ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡാണ്. 1, 2, 13, 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. S ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 1, 2. P ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 13, 18. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്. 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ എന്നും 89 മുതൽ 103 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ആക്റ്റിനൈഡുകൾ എന്നും അറിയപ്പെടുന്നു. ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ FP-DF ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു. ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകൾ 7. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ 18. ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകൾ 4. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് പഠനങ്ങൾ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. സൗരോർജ്ജത്തെ സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശപോഷികൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികൾ ഉൽപാദകരാണ് ഹരിതസസ്യങ്ങൾ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഏറ്റവും കുറവ് നടക്കുന്നത് മഞ്ഞപ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജമാണ്. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന ജീവവിഭാഗമാണ് ഹരിതസസ്യങ്ങൾ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ എന്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്? ജലത്തിൻ്റെ. സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം. സസ്യത്തിൻ്റെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ധാതുലവണങ്ങൾ, ജലം. സസ്യങ്ങൾ പച്ച നിറം നൽകുന്ന ഘടകം ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഹരിതകണമാണ്. സസ്യങ്ങളിലെ ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം സ്ട്രോമയാണ്. ഹരിതകണത്തിലെ സ്തരസഞ്ചികളുടെ അടുക്ക് അറിയപ്പെടുന്നത് ഗ്രാന.
സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങളാണ്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകമാണ് ഹരിതകം എ. സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫിലുമാണ്. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ രാത്രികാലത്ത് പുറത്തുവിടുന്ന വാതകം CO2 ആണ്. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശഘട്ടം നടക്കുന്ന ഹരിതകണത്തിലെ ഭാഗം ഗ്രാനയാണ്. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമ. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യുന്ന സംശ്ലേഷണ ഘട്ടമാണ് പ്രകാശഘട്ടം. പ്രകാശം ആവശ്യമായ ഘട്ടം പ്രകാശഘട്ടമാണ്. പ്രകാശഘട്ടത്തിലെ തുടർച്ചയായാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഉപയോഗപ്പെടുത്താത്ത പ്രകാശ സംശ്ലേഷണ ഘട്ടം ഇരുണ്ട ഘട്ടമാണ്. പ്രകാശ സംശ്ലേഷണത്തിലെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ CO2 കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതെന്ന് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ അത് കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ ഉൽപ്പാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. കരയിലും കടലിലും സൾഫർ ബാക്ടീരിയ അതിന് ഉദാഹരണമാണ്. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് സൾഫർ ബാക്ടീരിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേരുകൾ നൽകുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. ലളിതഘടനയുള്ളവയിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായകമായ തെളിവുകൾ നൽകുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. സസ്യജന്തുജാലങ്ങൾ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക്കൽ കീകൾ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡ്രേ ആണ്. ജീവികളുടെ ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലം സ്പീഷീസ് ആണ്. 2 കിങ്ഡം കാൾ ലിനേയസ് ആണ്. 3 കിങ്ഡം ആണെങ്കിൽ ഏണസ്റ്റ് ഹെയ്ക്കലാണ്. 3 കിങ്ഡം വർഗീകരണം. 4 കിങ്ഡം HF കോംപ്ലാന്റ് ആണ്. 4 കിങ്ഡം. 6 കിങ്ഡം കാൾ വൗസ് ആണ്. കാൾ ലിനേയസ് നിർദ്ദേശിച്ചിട്ടുള്ള വർഗീകരണ തലങ്ങളാണ്. കാൾ ലിനേയസ് മുന്നോട്ട് വെച്ച വർഗീകരണ തലത്തിൽ അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആയിരുന്നു. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ജീനസുകൾ ചേർന്നുണ്ടാകുന്നത് ഫാമിലിയാണ്. ഫാമിലി ചേർന്ന് ഓർഡർ രൂപപ്പെടുന്നു. ഓർഡറുകൾ ചേർന്ന് ക്ലാസ് രൂപപ്പെടുന്നു. ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് ഫൈലം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്ന വർഗീകരണ തലമാണ് ഫൈലം. ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾപ്പെടുന്നത് ഫൈലത്തിലാണ് കേട്ടോ. കാൾ ലിനേയസ് മുന്നോട്ട് വെച്ച വർഗീകരണ തലത്തിലെ ഉയർന്ന തലം കിങ്ഡമാണ്. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ വൗസ് ആണ്. 6 കിങ്ഡം വർഗീകരണ രീതിയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത വർഗീകരണ തലം ഡൊമെയിൻ ആണ് പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്. 6 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് മനുഷ്യൻ ഉൾപ്പെടുന്ന ഓർഡർ പ്രൊമേറ്റ്സ് ആണ്. 6 കിങ്ഡം വർഗീകരണ രീതിയിൽ മനുഷ്യൻ ഉൾപ്പെടുന്ന പ്രൊമേറ്റ്സ് ആണ്. 6 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് മനുഷ്യൻ ഉൾപ്പെടുന്ന ഫാമിലി ഹോമിനിഡേ ആണ്. 6 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ചിട്ട് മനുഷ്യൻ ഉൾപ്പെടുന്ന ഫാമിലി ചോദിച്ചാൽ അത് ഹോമിനിഡേ ആണ്. 6 കിങ്ഡം വർഗീകരണം അനുസരിച്ച് മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമെയിൻ ആണെങ്കിലോ അത് യുക്കാരി ആണ് കേട്ടോ.
റോബർട്ട് എച്ച് വിറ്റാക്കറുടെ 5 കിങ്ഡം വർഗീകരണം നമുക്ക് നോക്കാം. കിങ്ഡം മൊനീറയിൽ ബാക്ടീരിയ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഇതിൽ വരുന്നത് സവിശേഷതകൾ. ഇനി പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്ന ചില ജീവികൾ അമീബയാണ്, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. അടുത്തത് ഫംജയാണ്, കുമിളുകളാണ്, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ. അടുത്തത് പ്ലാന്റയാണ്, സസ്യങ്ങളാണ് ഉൾപ്പെടുന്ന ചില ജീവികൾ. ഇനി സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായിട്ടുള്ള ബഹുകോശ ജീവികൾ. അനിമേലിയ, ജന്തുക്കൾ, പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായിട്ടുള്ള ബഹുകോശ ജീവികളാണ്. ഇനി അടുത്തത് നോബൽ പുരസ്കാരം 2022 നോക്കുന്നത്. വ്യക്തികൾ, സംഭാവന. വൈദ്യശാസ്ത്രം സോന്തേ പേബോ സ്വീഡനിൽ നിന്നാണ് മനുഷ്യപരിണാമത്തിൻ്റെ ജനിതക രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ ശ്രമിച്ചതിന്. ഭൗതികശാസ്ത്രൻ അലൻ ആസ്പെക്റ്റ് ക്ലോസറും ആൻഡൺ സീലിംഗറും ക്വാണ്ടം ഭൗതികത്തിലെ സംഭാവനകൾക്കാണ് അവർ ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ പങ്കിട്ടത്. രസതന്ത്രത്തിലെ കരോളിൻ ബർട്ടോസിയും മോർട്ടൻ മെൽഡനും ബാരി ഷാർപ്ലസുമാണ്. അപ്പോൾ കരോലിനും മോർട്ടനും ബാരിയുമാണ് പ്രായോഗിക രസതന്ത്ര ശാഖകളായിട്ടുള്ള ക്വിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തഗണൽ കെമിസ്ട്രി എന്നിവയുടെ പിറവിക്കും വളർച്ചയ്ക്കും നേതൃത്വം നൽകിയതിനാണ് ഇവർക്ക് ഈ വർഷത്തെ രസതന്ത്ര നോബൽ ലഭിച്ചത്. ഇനി സാഹിത്യത്തിലെ ആനി എർണോയ്ക്കാണ്. ഫ്രാൻസിലെ ആനി എർണോ ആണ്. ആത്മകഥാപരമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളാണ് ആനി എർണോയ്ക്ക് സാഹിത്യ നോബൽ നേടിക്കൊടുത്തത്. അടുത്തത് സമാധാനം. അലൈസ് ബിയാലിറ്റ്സ്കി മെമ്മോറിയൽ, റഷ്യ, സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. അധികാര ദുർവിനിയോഗം നടത്തുന്ന ഭരണകൂടത്തിനെതിരെയും മനുഷ്യാവകാശങ്ങൾ ഏത് സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കുന്നതിനും പ്രവർത്തിച്ചവർക്കാണ് ഇക്കൊല്ലത്തെ സമാധാന പുരസ്കാരം. സമാധാന നോബൽ. ബിലാറസിൽ ഭരണകൂടം ജയിലിലടക്കപ്പെട്ട അലൈസ് ബിയാലറ്റ്സിക്കും UK-യിലെ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനും റഷ്യയിലെ മെമ്മോറിയൽ എന്നീ സംഘടനകളുമാണ് ഈ വർഷത്തെ സമാധാന നോബൽ. സാമ്പത്തിക ശാസ്ത്രം ബെൻ എസ് ബെർനാൻസ്കി, അമേരിക്ക. ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡിവീസ്, അമേരിക്ക. അപ്പം ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ ചെറുക്കുന്നതിൽ ബാങ്കുകളുടെ പങ്കിനെക്കുറിച്ചും ബാങ്കുകളുടെ തകർച്ച ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഗവേഷണമാണ് ഇവർക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. 2022 സാഹിത്യ നോബൽ ജേതാവായ ആനി എർണോയിൻ്റെ പ്രധാന കൃതികളാണ് എ വുമൺ സ്റ്റോറി, ഷെയിം, ഐ റിമെയിൻ ഇൻ ഡാർക്ക്നെസ്, ഹാപ്പനിങ്, എ ഫ്രോസൺ വുമൺ, ഗെറ്റിംഗ് ലോസ്റ്റ്. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തഃസ്രാവി വ്യവസ്ഥ. അന്തഃസ്രാവി വ്യവസ്ഥകളെയും ഹോർമോണുകളെയും അവയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ച് പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡി അഡിസൺ ആണ്. അന്തഃസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നു. ഹോർമോണുകൾ മനുഷ്യരിലെ രാസസന്ദേശ വാഹകർ എന്നറിയപ്പെടുന്നു. ഹോർമോണുകൾ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ് ആണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോണാണ് സെക്രീറ്റിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നു. ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റഡ് ഹോർമോൺ. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി എന്നും പരാമർശിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ അടിഭാഗത്തായിട്ട് പയർവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. കഴുത്തിൻ്റെ സ്വനപേടകത്തിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ.
ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഹൈപ്പോതലാമസ് ആണ്. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ സംഭരിക്കുന്നത് പീയൂഷഗ്രന്ഥിയിലെ പിൻതളത്തിലാണ്. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ADH ഹോർമോണിൻ്റെ പൂർണ്ണരൂപം ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. ADH എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. രക്തത്തിലെ ജലത്തിലെ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിനാണ്. രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിൻ. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം, ആർത്തവചക്രം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ അനിവാര്യമായ ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. പീയൂഷഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിലിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഹൈപ്പോതലാമസ് ആണ്. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയാൻ ഹൈപ്പോതലാമസ് സ്രവിക്കുന്ന ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ആമാശയത്തിലെ താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ഹൃദയത്തിൽ ഏട്രിയൽ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏട്രിയൽ നാട്രിയൂറൈറ്റൽ ഫാക്ടർ. വൃക്കയിലെ ഗ്ലോമറുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിനും എറിത്രോപോയസിസും. വൃക്കയിലെ ഗ്ലോമറുലാർ. ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഹൃദയമാണ്. ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഹൃദയമാണ്. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി പീയൂഷഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി പീയൂഷഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി തൈമസ് ആണ്. ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥിയാണ്. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. യുവത്വ ഹോർമോൺ തൈമോസിൻ. അടുത്തത്, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിച്ചിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് പേപ്പാറ, പെരിയാറ്, വയനാട്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ് ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, മതികെട്ടാം ചോല, പാമ്പാടും ചോല. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡൻ നിലവിലുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരം, തൃശ്ശൂർ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ടിട്ടുള്ള അപൂർവവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള
സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിന് ഉദാഹരണമാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുവാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുവാനുമുള്ള സംവിധാനത്തോടു കൂടിയ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുവാനും ദീർഘകാലത്ത് സംരക്ഷിക്കുവാനുമുള്ള സംവിധാനത്തോടു കൂടിയ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്കിൻ്റെ ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ, ചിന്ത, ഭാവന, ഓർമ്മ, ബോധം, വിവേകം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സെറിബ്രം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രൊക്കാസ് ഏരിയയാണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗം വെർണിക്സ് ഏരിയയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം. ശരീരതുലന നില നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ആണ്. ശരീരത്തിലെ റിലേ സെന്റർ എന്നറിയപ്പെടുന്നത് തലാമസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോതലാമസ്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണ് സ്പേം വെയിലാണ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ്. സെറിബ്രത്തിലൂടെ അതിൻ്റെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. സസ്യങ്ങളിൽ വളർച്ച ക്രമീകരിക്കുന്ന ഭാഗമാണ് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങൾ. സസ്യത്തിൻ്റെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. ത്വരിതഗതിയിലുള്ള സസ്യവളർച്ചയ്ക്ക് കാരണമായ കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിസ്റ്റമിക കോശങ്ങളിൽ നിന്നാണ്. സസ്യകലകൾക്ക് ഉദാഹരണമാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. സംവഹന കലകൾക്ക് ഉദാഹരണമാണ് സൈലവും ഫ്ലോയവും. സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നത് സംവഹന കലകളാണ്. സസ്യകലയായിട്ടുള്ള പാരൻകൈമയുടെ പ്രത്യേകതകൾ: ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ന്യൂക്ലിയസോട് കൂടിയ ഇരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ് പാരൻകൈമ കോശങ്ങൾ. ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ളതാണ് ഉരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ്. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ പാരൻകൈമയാണ്. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയിട്ടുള്ള പാരൻകൈമ കോശങ്ങളാണ് ക്ലോറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻകൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ഫലവും നൽകുന്ന സസ്യകോശങ്ങൾ സ്ക്ലീറൻകൈമയാണ്. ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ട് സ്ക്ലീറൻകൈമ കട്ടി കൂടിയതായിട്ട് കാണപ്പെടുന്നു. ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ട് സ്ക്ലീറൻകൈമ കട്ടി കൂടിയതായിട്ട് കാണപ്പെടുന്നു. തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന സസ്യകലയാണ് സ്ക്ലീറൻകൈമ. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കലകളാണ് സൈലം. സൈലത്തിനുള്ളിലെ ഒരേയൊരു സജീവ കോശമാണ് സൈലം പാരൻകൈമ. ഭക്ഷണപദാർത്ഥങ്ങളുടെ ശേഖരണവും സംവഹനവുമാണ് സൈലം പാരൻകൈമയുടെ ധർമ്മം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് ഫ്ലോയം. ഒമിക്രോൺ വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഒമിക്രോൺ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നവംബർ 24, 2021. ഒമിക്രോൺ വകഭേദം കൊറോണയുടെ 5ാമത് വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. 2021 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. US കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA.2 ആണ്. ഒമിക്രോൺ BA.2 വകഭേദത്തേക്കാൾ 10% വ്യാപനശേഷിയുള്ള ഈ വകഭേദം കണ്ടെത്തിയത് ബ്രിട്ടനിലാണ്. കൊറോണയുടെ WHO പ്രഖ്യാപിച്ച 4ാമത്തെ വകഭേദം ഡെൽറ്റയാണ്. 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ്. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങളാണ് മെർസും സാർസും. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. COVID-19 വാക്സിൻ വികസിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ്. റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന പുസ്തകം പുറത്തിറക്കിയ വർഷം 1962. റേച്ചൽ കാഴ്സന്റെ രാജ്യം അമേരിക്കയാണ്. നിശബ്ദ വസന്തത്തിന്റെ പരാമർശിക്കുന്ന DDT പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി കൃഷിയിടങ്ങളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് ഇൻസെക്റ്റ് ബോംബ്. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം 1972. അമേരിക്കയിലെ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. എൻഡോസൾഫാൻ കീടനാശിനി പ്രധാനമായും ഉപയോഗിക്കുന്നത് കശുമാവിൻ തോട്ടങ്ങളിൽ. എൻഡോസൾഫാൻ ബാധിച്ച കേരളത്തിലെ പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ പെട്ര, സൊർഗ എന്നിവ. എൻഡോസൾഫാൻ രാസസൂത്രം C9 H6Cl6O3S. കേരളത്തിലെ എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ലീലാകുമാരി അമ്മ. ജീവദായിനി എന്ന പുസ്തകം രചിച്ചത് ലീലാകുമാരി അമ്മയാണ്. എൻഡോസൾഫാൻ ദുരന്ത ആസ്പദമാക്കി എൻ മഗജെ എന്ന നോവൽ രചിച്ചത് അംബിക സുധൻ മങ്ങാട്. എൻഡോസൾഫാൻ കണ്ടെത്തി നശിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ നൽകുന്ന സഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. അടുത്തത് നമ്മുടെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനങ്ങൾ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം. വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ചിന്താധാരയാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദപ്രകാരം അധ്യാപകൻ്റെ പങ്ക് പഠനത്തിൽ കുട്ടികളോടൊപ്പം പങ്കാളിയാകണം, പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്ന വ്യക്തിയാകണം, ഫെസിലിറ്റേറ്റർ ആകണം, ജനാധിപത്യവാദിയാകണം, കുട്ടികൾക്ക് പഠനത്തിൽ കൈത്താങ്ങ് നൽകണം, ആവശ്യമായ പഠനാനുഭവങ്ങൾ ലഭ്യമാക്കണം, കുട്ടികൾക്ക് സൂചന നൽകി സഹായിക്കണം, സ്വയം ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകണം, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ആശയ രൂപീകരണത്തിന് സഹായിക്കണം. ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചത് കൺസെപ്റ്റ് മാപ്പ് ജോസഫ് ഡി നോവാക്ക് ആണ്. അടുത്തത് അസാധാരണമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിലും സമഗ്രമായിട്ടും പ്രശ്നപരിഹരണത്തിന് മുൻനിർത്തിയും നടത്തുന്ന പഠനമാണ് കേസ് സ്റ്റഡി, ഏകവ്യക്തി പഠനം. അപസമായോജനം നേടുന്നവനോ അംഗീകൃത രീതിക്ക് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നവനോ ആയ വ്യക്തിയെയാണ് കേസ് എന്ന് പറയുന്നത്. ഇത്തരം വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങളെ ആഴത്തിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച് ചികിത്സ നടത്തുന്ന രീതിയാണ് കേസ് സ്റ്റഡി, ഏകവ്യക്തി പഠനം. ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലുള്ള കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വരുന്നു. ഒരു കേസിനെ സംബന്ധിച്ച് വിശദവും യഥാർത്ഥവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള വിവരങ്ങൾ വിശദീകരിക്കലാണ് കേസ് സ്റ്റഡിയുടെ സവിശേഷത. അടുത്ത ക്വസ്റ്റ്യൻ. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികൾക്ക് നൽകുന്ന സഹായത്തെ വൈഗോട്സ്കി വിശേഷിപ്പിച്ചത് കൈത്താങ്ങ്. കുട്ടിയുടെ പ്രശ്നങ്ങളെ പരിഗണിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് കൈത്താങ്ങ്. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം കൈത്താങ്ങ് നൽകേണ്ടത്. കുട്ടിക്ക് പഠനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ കൈത്താങ്ങ് നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾ വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയം പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം. ഒരു സഹപഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ ധാരണാ നിലവാരത്തിൽ മുന്നോക്കക്കാരനായിട്ടുള്ള കുട്ടികൾ തന്നെയോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. പ്രതിക്രിയാധ്യാപനം 4 ഘട്ടങ്ങളുണ്ട്. അതിൽ 1 ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ഇത്രയുമാണ് ഈ ഒരു പ്രതിക്രിയാധ്യാപനത്തിൻ്റെ 4 ഘട്ടങ്ങൾ. ആദ്യം ചോദ്യം ചോദിക്കൽ, പിന്നെ സംഗ്രഹിക്കൽ, പിന്നെ വിശദീകരിക്കൽ, പ്രവചിക്കൽ.
അടുത്തത് വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന ആശയം ജനകീയവൽക്കരിക്കുകയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഐക്യുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്യു ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് ഡാനിയൽ ഗോൾമാൻ അഭിപ്രായപ്പെടുന്നു. ഡാനിയൽ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ അവബോധം, സാമൂഹ്യ നൈപുണികൾ. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ: ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയുവാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുവാനുമുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചുപറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനുള്ള കഴിവ്, ആശയസംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. വൈകാരിക ബുദ്ധി വികസിപ്പിക്കുന്ന പഠന പ്രവർത്തനമാണ് സഹവർത്തിത പഠന രീതികൾ, സമസംഘ പഠനം, പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘമായിട്ടുള്ള കളികൾ. ഇക്യുവിനെ സമഗ്രമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു സാമഗ്രി നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയവർ കണ്ടെത്തിയത്. എങ്കിലും വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന വിവിധ ഘടകങ്ങളെ സ്വബോധം, ആത്മനിയന്ത്രണം, സ്വഭാവം, സഹകരണ മനോഭാവം തുടങ്ങിയ സൂചകങ്ങളായി പരിഗണിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നിരവധി ശോധകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ജോൺ ഡി മേയർ, പീറ്റർ സലോവ തുടങ്ങിയവർ തയ്യാറാക്കിയ സാമഗ്രികൾ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്, നോക്കാം. കേരള സ്കൂൾ പാഠ്യപദ്ധതി 2013 സവിശേഷതകൾ. പഠിതാവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രക്രിയാബന്ധിതവും പ്രവർത്തനോന്മുഖമായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായ പാഠ്യപദ്ധതി ഭൗതിക തലത്തിലും പ്രക്രിയാ തലത്തിലും മനോഭാവ തലത്തിലും മൂല്യങ്ങളുടെ തലത്തിലും പഠിതാവ് എത്തിച്ചേരേണ്ട പഠന നേട്ടങ്ങൾ ഊന്നൽ നൽകുന്നു. ജ്ഞാനനിർമ്മിതി എന്ന താത്വികമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പാഠ്യപദ്ധതി വിനിമയ പ്രക്രിയയിൽ വൈവിധ്യമാർന്നതും യുക്തവുമായിട്ടുള്ള പഠനതന്ത്രങ്ങൾ സ്വീകരിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നൽകുന്നു. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നതുപോലെ എല്ലാ കുട്ടികളുടെയും പഠന നേട്ടം ഉറപ്പാക്കുക എന്നതിനും പ്രാധാന്യം നൽകുന്നു. പഠന നേട്ടങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്രവും നിരന്തരവുമായിട്ടുള്ള വിലയിരുത്തൽ ഉറപ്പുവരുത്തുന്നു. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയെ സൃഷ്ടിക്കാൻ പര്യാപ്തമായത് അവസര തുല്യതയും സമത്വവും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ളത്. പാഠ്യപദ്ധതി നിർവചനം: ഒരു കലാകാരന്, അധ്യാപകന് തൻ്റെ സ്റ്റുഡിയോയിൽ, വിദ്യാലയത്തിൽ വെച്ച് തൻ്റെ ആദർശങ്ങൾക്ക് ഉദ്ദേശങ്ങൾക്ക് അനുസരണമായിട്ടുള്ള വിധത്തിൽ പദാർത്ഥങ്ങളെ, പഠിതാക്കളെ വാർത്തെടുക്കുവാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി. ആർതർ കണ്ണിങ്ഹാം. പഠനസമയം മുഴുവൻ പഠിതാവിൻ്റെ ചുറ്റുമുള്ളതെല്ലാം വിലപ്പെട്ടതാണ്. പാഠ്യപദ്ധതി HL ലാസ്വെൽ പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പാഠ്യപദ്ധതി. വെറും പഠന പ്രവർത്തനത്തിനും നിശബ്ദ പഠനത്തിനും അപ്പുറം ചിലതും അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തൊഴിലുകളെയും ഉൽപാദനത്തെയും നേട്ടങ്ങളെയും അഭ്യാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. HL ഹോണ്. പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് W. കെന്നത്ത് റിച്ച്മോണ്ട് ആണ്. All the learning which is planned or guided by the school, whether it is carried on in groups or individually, inside or outside the school. ജോൺ F. കെർർ പറഞ്ഞിട്ടുള്ളതാണ്. എ പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് സോ ദാറ്റ് പീപ്പിൾസ് വിൽ അറ്റൈൻ ആസ് ഫാർ ആസ് പോസിബിൾ സെർട്ടൈൻ എഡ്യൂക്കേഷണൽ ഗോൾ. പോൾ ഹേസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. പാഠ്യപദ്ധതി വികസനത്തിലെ സാമാന്യ തത്വങ്ങൾ: ശിശു കേന്ദ്രീകൃത സിദ്ധാന്തം, സാമൂഹ്യ കേന്ദ്രീകൃത സിദ്ധാന്തം, പ്രവൃത്തി കേന്ദ്രീകൃത സിദ്ധാന്തം, ഉദ്ഗ്രഥന സിദ്ധാന്തം, ഭാവി കാല വീക്ഷണ സിദ്ധാന്തം, സംരക്ഷണ സിദ്ധാന്തം, സൃഷ്ടിപരതാ സിദ്ധാന്തം, അഭിപ്രേരണ സിദ്ധാന്തം, ജീവിത സന്നദ്ധതാ സിദ്ധാന്തം, ഇലാസ്തികതാ സിദ്ധാന്തം, സമഗ്രതാ സിദ്ധാന്തം, സന്തുലന സിദ്ധാന്തം, പ്രയോജക സിദ്ധാന്തം.
അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായിട്ടുള്ള നിർണ്ണയിക്കുവാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. മാനസിക പ്രായത്തിൻ്റെയും ശാരീരിക പ്രായത്തിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കുന്നതാണ് ബുദ്ധിമാനം IQ എന്ന് പറയുന്നത്. IQ =MA/CA × 100. MA മെൻ്റൽ ഏജ് ആണ്. CA ക്രോണോളജിക്കൽ ഏജ്, കലണ്ടർ ഏജ്. പൊതുവിദ്യാലയങ്ങൾ സാധാരണ ശിശുക്കളിൽ നിന്നും വ്യത്യസ്തമായ വിധത്തിൽ വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അസാമാന്യ വിഭാഗത്തിൽ പെടുന്നവർ. കഴിവുകൾ, സാഹചര്യങ്ങൾ, താൽപ്പര്യങ്ങൾ, പരിമിതികൾ എന്നിവയുടെ പേരിൽ വേർതിരിക്കപ്പെടാതെ എല്ലാ വിഭാഗം കുട്ടികളും വീടിന് തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന ലളിതമായിട്ടുള്ള സമ്പ്രദായമാണ് സങ്കലിത വിദ്യാഭ്യാസം. സമപ്രായക്കാരായിട്ടുള്ള സാധാരണ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നിർവഹിക്കുമ്പോൾ അറിവിൻ്റെയും താൽപ്പര്യത്തിൻ്റെയും ധാരണകളുടെയും അഭിപ്രേരണയുടെയും തലത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. സങ്കലിത വിദ്യാഭ്യാസത്തിൽ ഈ വ്യത്യസ്തത അംഗീകരിക്കപ്പെടുന്നു. സങ്കലിത വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതിയിലൂടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരണയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. വിവിധതരം വൈകല്യങ്ങൾ: ബുദ്ധിപരമായ പരിമിതി, കാഴ്ച വൈകല്യം, കേൾവിക്കുറവ്, ഓട്ടിസം, പഠന വൈകല്യം, സംസാര പരിമിതി, മാനസിക ആരോഗ്യം, ശാരീരികവും ചലനപരമായിട്ടുള്ള പരിമിതികൾ, ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ. അഭിപ്രേരണയുള്ളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അംഗീകാരം, പാരിതോഷികം, പ്രശംസ. ബാഹ്യമായിട്ടുള്ള പ്രേരണകൾ ഒന്നും കൂടാതെ സ്വയം ഉണ്ടാകുന്ന പ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിനെ പറയുന്നത് ബാഹ്യ അഭിപ്രേരണ. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ. ഭീതി, പരാജയം മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം അഭിപ്രേരണയാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. നേടാനുള്ള അഭിപ്രേരണ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് മക്ക് ക്ലെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിവ്യത്യാസങ്ങളുടെ രണ്ട് തലങ്ങളാണ് വ്യക്തികളുടെ തമ്മിലുള്ള വ്യത്യാസം, ഒരേ വ്യക്തിയിൽ തന്നെയുള്ള വ്യത്യാസം. വ്യക്തിവ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ബുദ്ധിശക്തി, അഭിരുചി, സർഗപരത, താൽപ്പര്യം, മനോഭാവം. വ്യക്തികളിൽ കാണപ്പെടുന്ന പ്രധാന വ്യത്യാസങ്ങളാണ് ശാരീരിക വ്യത്യാസങ്ങൾ, പഠനശൈലി വ്യത്യാസങ്ങൾ, വൈകാരിക വ്യത്യാസങ്ങൾ, താൽപ്പര്യം, അഭിരുചി, മനോഭാവം എന്നിവയിലെ വ്യത്യാസം, സാമൂഹിക ധാർമ്മിക വികാസങ്ങളിലെ വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകമാണ് സ്കീമ. വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കുന്തോറും സ്കീമകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു. സ്കീമകൾ ചേർന്ന സ്കീമാറ്റുകളുടെ സംഘാതമായിട്ടുള്ള സ്കീമുകളും ഉൾച്ചേർന്നതാണ് വൈജ്ഞാനിക ഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നതിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കീമകളുടെ എണ്ണം, വൈവിധ്യം, ഗുണനിലവാരം എന്നീ സവിശേഷതകളും അവ എത്ര ചിട്ടയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്ന രേഖയാണ് ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009. NCFTE 2009 പ്രധാന നിർദ്ദേശങ്ങൾ: എലിമെൻ്ററി അധ്യാപക പരിശീലനത്തിനായി 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തെരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണം. അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ്, കോഴ്സിൻ്റെ രൂപരേഖ എന്നിവ NCTE തയ്യാറാക്കണം. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അവലോകനം ചെയ്യണം. പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. 1986 ദേശീയ വിദ്യാഭ്യാസ നയം വിലയിരുത്തുന്നതിനായി 1990 നവംബർ 7 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനും മറ്റ് 16 അംഗമടങ്ങിയ ഒരു കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ചു. അതിൻ്റെ പരിഗണന വിഷയങ്ങൾ ഇവയാണ്: 1986 ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ നടപ്പിലാക്കലും വിലയിരുത്തുക,
വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. പരിഷ്കരിച്ച നയം നിശ്ചിത സമയത്തിനകം നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി ശുപാർശ ചെയ്യുക. അടുത്തത് ക്വസ്റ്റ്യൻ, ജനാധിപത്യ വിദ്യാഭ്യാസം എന്നത് പഠിതാക്കളും അധ്യാപകരും തുല്യരായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്ന് നിർവചിച്ചത് ഡേവിഡ് ഗ്രിബിൾ ആണ്. വിദ്യാലയ നടത്തിപ്പ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം തുടങ്ങി സമസ്ത മേഖലകളിലും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന വിദ്യാലയമാണ് ജനാധിപത്യ വിദ്യാലയം. ജനാധിപത്യ വിദ്യാലയം എന്ന ആശയത്തിൻ്റെ ആഗോള പ്രചാരകനാണ് മൈക്കൽ ആപ്പിൾ DW, ജെയിംസ് ബെന്യു DW, ബീനെ GW. അടിസ്ഥാന മാനസിക പ്രക്രിയകളിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രകടനങ്ങൾ നടത്തുവാനും കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പഠന വൈകല്യങ്ങൾ. പഠന വൈകല്യത്തിനുള്ള കാരണങ്ങൾ ശരീരപരവും ജൈവശാസ്ത്രപരവുമായിട്ടുള്ള കാരണങ്ങൾ, പാരമ്പര്യവും ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ. ഡിസ്ഗ്രാഫിയ എഴുത്തിലെ വൈകല്യം, ഡിസ്കാൽക്കുലിയ ഗണിതപരമായ വൈകല്യം, ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തന വൈകല്യം, ഡിസ്ലെക്സിയ വായന വൈകല്യം. അടുത്തത് ബാല എന്നതിൻ്റെ പൂർണ്ണരൂപം ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 8 മുതൽ 12 വരെയുള്ള സ്കൂളുകളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ നിലവാരത്തിലെത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ. ഹൈടെക് വിദ്യാലയത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ ചില പ്രോജക്റ്റുകളാണ് ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് പാഠപുസ്തകം, എല്ലാ വിഷയങ്ങളുടെയും പഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഉള്ളടക്ക ശേഖരം, സമഗ്ര പോർട്ടൽ, ലേണിംഗ്, ലേണിംഗ്, ലേണിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം. കുട്ടികൾ അഭിരുചിയുള്ള മേഖലകൾ കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻറ്റ് ലാബുകൾ. പഠന പുരോഗതി മാത്രമല്ല, സ്വയം തിരിച്ചറിയൽ, സർഗാത്മകത, ചിന്ത, നിരീക്ഷണ പാഠവും നേതൃപാഠവും, ആശയവിനിമയ ശേഷി, സഹഭാവം തുടങ്ങിയ ആർജിക്കുവാനും കുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ വികസിപ്പിക്കുവാനും ടാലൻറ്റ് ലാബ് എന്ന ആശയത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതാണ് സിനോണിംസ് ആണ് കുറച്ച്. അബ്സ്യൂഡ്. അബ്സ്യൂഡ് എന്ന് പറയുന്നത് ഫൂളിഷ് ആണ്. അബ്സ്യൂഡ്, ഫൂളിഷ്, അബ്സ്യൂഡ്, ഫൂളിഷ്. വൂളർ, കറേജ്. വ്യൂളർ എന്നാണ് തോന്നുന്നുണ്ട്. വളോവർ, കറേജ് കേട്ടോ. ശരിക്കും പ്രൊണൗൺസിയേഷൻ നോക്കി അറിയില്ല. അപ്പം വളോവർ കറേജ് ആണ്. അബാണ്ടൻ ലീവ്, എന്തായാലും വളോവർ ഇനി മറക്കണ്ട. വളോവർ കറേജ്. അബാണ്ടൻ ലീവ്. ബാരൻ സ്റ്റെറൈലാണ്. ബാരൻ സ്റ്റെറൈലാണ്. ബെല്ലിഗരൻ്റ് ഹോസ്റ്റൈൽ. കമ്മൻസ് ടു ബിഗിൻ. ഇൻ്ററോഗേറ്റഡ് ക്വസ്റ്റ്യൻഡ്. പിയർ ഈക്വൽ. ഡിസീവ്, മിസ്ലീഡ്. എക്സ്ഹോട്ട്, സ്ട്രോങ്ലി അഡ്വൈസ് ആണ് എക്സ്ഹോട്ട്. ഹോസ്റ്റൈൽ ആണെങ്കിൽ അൺഫ്രണ്ട്ലി. ഇൻഫാലിബിൾ, പെർഫെക്റ്റ്. ബെനവോലൻറ്റ്, കൈൻഡ് ഹേർട്ടഡ്. ഫ്രൈസൽ വെർബ് കാൾ ഫോർ, ഡിമാൻഡ് ടു, റിക്വയർ, ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർ. ഇനി കാൾ ഇൻ ആണെങ്കിൽ സെൻഡ് ഫോർ, കാൾ ഓഫ്, ക്യാൻസൽ. പുട്ട് ബൈ, സേവ്. പുട്ട് ഡൗൺ, സപ്രസ്. പുട്ട് ഫോർവേഡ്, സജസ്റ്റ് ടു, പർപ്പസ്. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്, അനോയിഡ്. സെറ്റ് അസൈഡ്, റിസർവ്ഡ്. സെറ്റ് ബാക്ക്, ഡിലേ ഓർ ഹിൻഡർ. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. ടേക്ക് ഡൗൺ, റൈറ്റ് ഡൗൺ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. മേക്ക് ഓഫ്, ടു എസ്കേപ്പ്.
അടുത്തത് എ ഓർ ആൻ യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. എ ബുക്ക്, എ ഗേൾ, ആൻ ഇങ്ക് സ്റ്റാൻഡ് എക്സെട്ര. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. എ ബോയ്, എ ഹോഴ്സ്. സ്വരാക്ഷരങ്ങളിൽ ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. ആൻ എനിമി, ആൻ ഓറഞ്ച് എക്സെട്ര. എച്ച് സൈലൻ്റായി വരുന്നിടത്തും ആൻ ഉപയോഗിക്കുന്നു. ആൻ അവർ, ആൻ ഓണസ്റ്റ്, ആൻ ഓണറബിൾ മാൻ, ആൻ അയർ. പിന്നെ ചില വാക്കുകൾ ആരംഭിക്കുന്നത് വവൽ ലെറ്ററിലാണെങ്കിലും വായിക്കുമ്പോൾ കൺസണൻ്റ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. എ യൂറോപ്യൻ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ, എ വൺ റുപ്പി നോട്ട്, എ ഇയർ, എ യൂണിയൻ, എ യൂണിക്കോൺ, എ യൂസ്ഫുൾ, എ യൂണീക്ക്, എ യൂണിഫോം, എ യുട്ടോപ്യൻ, എ യുണാണിമസ് എക്സെട്ര. സ്വരാക്ഷര ശബ്ദത്തിൽ തുടങ്ങുന്ന അബ്രീവിയേഷന് മുമ്പിലും ആൻ ഉപയോഗിക്കുന്നു. ആൻ MBA സ്റ്റുഡൻറ്റ്, ആൻ MP, ആൻ MA, ആൻ LD ക്ലർക്ക്, ആൻ LIC ഏജൻറ്റ്, ആൻ FBI ഏജൻറ്റ്, ആൻ എക്സ്റേ, ആൻ FIR. എ ഓർ ആൻ ഈസ് യൂസ്ഡ് വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് noun. ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. എ ഹാവ് എ ഗുഡ് സ്റ്റാർട്ട്. അടുത്തത് ഇംഗ്ലീഷ് ഭാഷാ നൈപുണികൾ അറിയപ്പെടുന്നത് LSRW ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. LSRW ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഇനി സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രൈസസ്. ദ സ്റ്റഡി ഓഫ് മീനിങ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രൈസസ് ആണ് സെമാൻറ്റിക്സ്. ഫോണോളജി ആണെങ്കിൽ ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഡീൽ വിത്ത് സൗണ്ട് സിസ്റ്റം. ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സൗണ്ട് സിസ്റ്റം. ഇനി നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ തദ്ധിതം എന്ന് പറയുന്നു. തദ്ധിതം 5 വിധമാണ്. തന്മാത്രാ തദ്ധിതം അനേകം ഗുണങ്ങളിൽ നിന്നും ഒരു ഗുണം വേർതിരിച്ച് കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. വെണ്മ, നന്മ, പുതുമ, കാടത്തം, കുട്ടിത്തം. അതിൻ്റെ പ്രത്യയങ്ങളെന്ന് പറയുന്നത് തം, തരം, മായാണ് കേട്ടോ. അപ്പം ഇത്രയുമാണ് പ്രത്യയം. അപ്പോൾ വെണ്മ, പുതുമ, കാടത്തം, മണ്ടത്തരം എന്നൊക്കെ വരുന്നതാണ്. തദ്വത്തദ്ധിതം എന്ന് പറയുന്നത് അതുള്ളത്, അതിലുള്ളത്, അങ്ങനെ ഇവിടെ വരുന്നതിനാണ് എന്നീ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. അതുള്ളത്, അതിലുള്ളത്. ഇപ്പം മടിയൻ, പിശുക്കൻ, തടിയൻ, കിഴക്കൻ. അപ്പം അതുള്ളത്, അതിലുള്ളത്, അല്ലെങ്കിൽ അവിടുന്ന് വരുന്നത്, ആ ഒരു രീതിയിൽ. അപ്പം കിഴക്കൻ എന്ന് പറയുമ്പം കിഴക്ക് ഭാഗത്തു നിന്നും വരുന്നത്. മടിയൻ എന്ന് പറഞ്ഞത് അതുള്ളതാണ്. അപ്പം അങ്ങനെ. ഇനി പൂരണി തദ്ധിതം ഒരു സംഖ്യയോടൊപ്പം ആം, അതെ, അത്തെ ഇവയിലേതെങ്കിലും ചേർന്ന് പൂരണി തദ്ധിതം നിർമ്മിക്കുന്നു. അപ്പം രണ്ടാമത്തെ, രണ്ടാം എന്ന് തുടങ്ങുന്നത് ഇപ്പം സംഖ്യ രൂപത്തിൽ പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് പൂരണി തദ്ധിതമാണ്. ഇനി നാമനിർമ്മായി തദ്ധിതം അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതമാണ്. കണ്ടവൻ, കണ്ടത്, അൾ, തു, അൻ എന്നിവ. അൾ, തു, അന്നാണ് നാമനിർമ്മായി തദ്ധിതം. ഇനി സംഖ്യാതദ്ധിതം സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. മൂവർ, ഒരുവൾ, ഒരുവൻ. മൂവർ, ഒരുവൾ, ഒരുവൻ. ഇപ്പം സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. പൂരണി തദ്ധിതം എന്ന് പറഞ്ഞാൽ ആമത്തെ, മത്തെ, അതുപോലെ ആം തുടങ്ങിയത് പറയുന്നത്. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കപ്പെടുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ. വൈലോപ്പിള്ളിയുടെ കവിതയിലെ വരികളാണ്. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കുവാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ. നാട്യം പ്രധാനം, നഗരം ദാരിദ്ര്യം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. നാട്യം പ്രധാനം, നഗരം ദരിദ്രം. അപ്പം നഗരം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറം എന്നുണ്ടല്ലോ അതിൽ. പിന്നെ കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ഇത് പെട്ടെന്ന് കിട്ടൂലേ, ചങ്ങമ്പുഴയാണ്. നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോൽ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിൻ്റെ ഇതാണ്. ഇനി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളാണ്.
സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ പൂന്താനത്തിൻ്റേതാണ്. അടുത്തത് കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്ന വായ്മൊഴിയായിട്ടുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. തെക്കൻ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണ് വില്ലടിച്ചാൻ പാട്ട്. കേരളത്തിലെ തനതു പാരമ്പര്യത്തിൻ്റെ ഭാഗവും നാടൻ സംസ്കാരത്തിൻ്റെ വേറിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. തുയിലുണർത്ത് പാട്ടിനൊപ്പം കേൾക്കുന്ന വാദ്യമാണ് തുടി. അടുത്തത് കുറച്ച് കഥാപാത്രങ്ങളും കൃതികളുമാണ് പഠിക്കുന്നത്. പൂയില്യൻ പരിണാമം. കൃതി പൂയില്യൻ എന്നത് പരിണാമത്തിലെയാണ്. കുഞ്ഞനാച്ചാൻ അരനാഴിക നേരം. കുഞ്ഞേനാച്ചാൻ എന്നാണ് കേട്ടോ. കുഞ്ഞേനാച്ചാൻ അരനാഴിക നേരം. നാരായണി ബഷീർ മതിലുകൾ. ചുടലമുത്തു മോഹനൻ തോട്ടിയുടെ മകൻ. രഘു അമ്മുലു രാമൻ കർത്താവ് വേരുകൾ എന്നുള്ള കൃതിയിലെയാണ്. ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ്. രവി അപ്പുക്കിളി മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക ഖസാക്കിൻ്റെ ഇതിഹാസം. കുളൂസ് പറക്കോടൻ ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം. അപ്പുണ്ണി കോന്തുണ്ണി നാലുകെട്ട്. പുണ്യം കോന്തുണ്ടിയും നാലുകെട്ട്. ഓമഞ്ചി ഒരു തെരുവിൻ്റെ കഥ. ചേതന ആരാച്ചാർ. സുഭദ്ര മാർത്താണ്ഡവർമ്മ. വെള്ളായി അപ്പൻ കടൽ തീരത്ത്. നജീബ് ഇബ്രാഹിം ഖാദിരി ആടുജീവിതം. വൈത്തിപ്പട്ടർ പൂഞ്ചോല കരച്ചൻ ശാരദ. അടുത്ത ക്വസ്റ്റ്യൻ സമാസം. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്ത് എഴുതുന്നതിന് സമാസം എന്ന് പറയുന്നു. വിവിധതരം സമാസം ചുവടെ കൊടുക്കുന്നു. അവ്യയി ഭവൻ. പൂർവ്വപദത്തിന് പ്രാധാന്യം ഇവിടെ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം ആദ്യം വരും. ഇപ്പം യഥേഷ്ടം ഇഷ്ടം പോലെ. സവിനയം വിനയത്തോടെ. തൽപുരുഷൻ ഉത്തരപദത്തിന് പ്രാധാന്യം പൂമണം പൂവിൻ്റെ മണം. ബഹുവ്രീഹി അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം അംബുജാക്ഷൻ താമരക്കണ്ണൻ. ദ്വന്ദ്വ സമാസം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം. കൈകാലുകൾ കയ്യും കാലും. രാപ്പകലുകൾ രാവും പകലും. കൃതി കർത്താവ്. നൈൽ ഡയറി എസ്.കെ. പൊറ്റക്കാട്. സിംഹഭൂമി എസ്.കെ. പൊറ്റക്കാട്. അഴുക്കില്ലം റഫീഖ് അഹമ്മദ്. ഇരുൾ പരക്കുന്ന കാലം എം.പി. വീരേന്ദ്രകുമാർ. അർജന്റീനയുടെ ജേഴ്സി ബെന്യാമിൻ. ബിരിയാണി സന്തോഷ് ഏച്ചിക്കാനം. മരണ സർട്ടിഫിക്കറ്റ് ആനന്ദ്. ജീവിതപാത ചെറുകാട്. രാജപാത ചെമ്മനം ചാക്കോ. അടുത്തത് അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകളാണ്. കുട്ടികളുടെ ഹാജർ ബുക്ക്. കുട്ടികളുടെ പഠന പുരോഗതി രേഖ. ടീച്ചിങ് മാനുവൽ. വിവിധ പഠന സാമഗ്രികളുടെ ശേഖരം. മൂല്യനിർണ്ണയ രേഖകൾ. CPTA-യുമായി ബന്ധപ്പെട്ട രേഖകൾ. സ്കൂളുകൾ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളാണ്. അധ്യാപകർക്കുള്ള ഹാജർ പുസ്തകം. ടൈം ടേബിള്. ലോഗ് ബുക്ക്. ക്യുമുലേറ്റീവ് റെക്കോർഡ്. പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. അഡ്മിഷൻ രജിസ്റ്റർ. വിടുതൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ. ഫ്രീ രജിസ്റ്റർ. ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ. അക്കാദമിക മാസ്റ്റർ പ്ലാന്. നോട്ടീസ് ബുക്ക്. ഇൻസ്പെക്ഷൻ ഡയറി. സ്റ്റോക്ക് രജിസ്റ്ററുകൾ. സന്ദർശന ഡയറി. സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ. ക്യാഷ് ബുക്ക്. അക്വിറ്റൻസ് രജിസ്റ്റർ. അടുത്തത് പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും. പാഠ്യ വിഷയവും ജീവിതവുമായിട്ടുള്ള സമായോജനം. സമ്പൂർണ്ണ വികസനം. ജനാധിപത്യ മൂല്യങ്ങളുടെ വികസനം. പഠിതാവിൻ്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണം. മൂല്യങ്ങളുടെ സാക്ഷാത്കാരം. വിജ്ഞാനത്തിൻ്റെ സമ്പാദനവും പ്രബലനവും. അനുയോജ്യമായ പരിസ്ഥിതിയുടെ സൃഷ്ടി. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സമായോജനം കൈവരുത്തുക. അധ്യാപക ചുമതലകൾ. ഗവേഷണ സ്വഭാവമുള്ളയാൾ. കുട്ടികളുടെ സഹായിയായിട്ട് മാറൽ. വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പഠന തന്ത്രങ്ങൾ ഒരുക്കൽ. മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കൽ. വാതിൽപ്പുറ പഠനത്തിന് നേതൃത്വം കൊടുത്തൽ. നിരന്തര പഠിതാവ് സഹപഠിതാവ്. കുട്ടികൾക്ക് പഠന നേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടത്തൽ. ജനാധിപത്യ രീതി അവലംബിക്കൽ. ശിശു സൗഹൃദപരമായിട്ടുള്ള ക്ലാസ് അന്തരീക്ഷം ഒരുക്കൽ. കുട്ടികൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകൾ അടുത്തറിയൽ. PTA-യും സംഘടനയും പ്രവർത്തനം
പ്രവർത്തനങ്ങളും. അധ്യാപകരും രക്ഷാകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ് അധ്യാപക രക്ഷാകർതൃ സംഘടന. PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്ററാണ് സമിതിയുടെ കൺവീനർ സെക്രട്ടറി. അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ 15 മുമ്പായി കൂടണം. വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിലൊരിക്കലെങ്കിലും ചേരണം. PTA പ്രധാന പ്രവർത്തനങ്ങൾ: സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണത്തിനും നടത്തിപ്പിനും മോണിറ്ററിങ്ങും റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തൽ, LSG, SSK എന്നിവയുടെ മറ്റു വരുമാന സ്രോതസ്സുകളും ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കൽ, ഉച്ചഭക്ഷണ പരിപാടി പോഷകസമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കലും, ക്ലാസ് PTA ഘടനയും പ്രവർത്തനങ്ങളും, ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് PTA. സ്കൂളുകളിലെ ഓരോ ഡിവിഷനുകളിലും പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂട്ടിച്ചേർന്നതാണ് ക്ലാസ് PTA. മാസത്തിലെ ഒരു ക്ലാസ് PTA യോഗമെങ്കിലും ചേരേണ്ടതാണ്. പ്രസ്തുത യോഗങ്ങളുടെ പഠന ലക്ഷ്യം കുട്ടികളുടെ അക്കാദമിക പുരോഗതി ആയിരിക്കണം. ക്ലാസ് PTA കൂടുന്ന തീയതിയും സമയവും വളരെ മുൻകൂട്ടി തന്നെ രക്ഷാകർത്താക്കളെ അറിയിക്കേണ്ടതാണ്. രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. നോം ചോംസ്കിയുടെ പ്രധാന ആശയങ്ങൾ: പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും എണ്ണമില്ലാത്തത്ര വാക്യങ്ങൾ സൃഷ്ടിക്കുവാനും മനസ്സിലാക്കാനും കഴിയും. അനുകരണത്തിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് ഭാഷ സ്വായത്തമാക്കുന്നതെങ്കിൽ അനന്തമായി വാക്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സാധ്യമല്ല. മനുഷ്യർക്ക് മാത്രമേ സിദ്ധിവിശേഷമായിട്ടുള്ള ഭാഷ മൃഗങ്ങളുടെ ആശയവിനിമയ വ്യവസ്ഥയേക്കാൾ സങ്കീർണവും കാര്യക്ഷമവുമായ മനുഷ്യൻ്റെ ഭാഷാ വ്യവസ്ഥ. 2 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ ഭാഷാ പഠനം ആരംഭിക്കുന്നു. 4-5 വയസ്സാകുമ്പോഴേക്കും മാതൃഭാഷയിലെ ആവശ്യം വേണ്ട വ്യാകരണ നിയമങ്ങളും അവർ പഠിക്കുന്നു. കാലനിർണയത്തിൽ ആരും അഭ്യസിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ പ്രായേണ തെറ്റുവരുത്തുന്നില്ല. ഞാൻ ഇന്നലെ പോകും, നാളെ പോയി എന്നീ വാക്കുകൾ കുട്ടികൾ തെറ്റിച്ച് പറയുമെന്ന് തോന്നുന്നില്ല. പരിചയപ്പെടുന്ന ഭാഷ പലപ്പോഴും പരിമിതവും അപൂർണവും ക്രമരഹിതവുമായിരിക്കും. പക്ഷേ വികസിപ്പിച്ചെടുക്കുന്ന ഭാഷാശേഷി മിക്കവാറും പുഷ്ടവും വ്യവസ്ഥാപൂർണവുമാണെന്ന് കാണാൻ കഴിയും. പരിചയപ്പെട്ടത് മാത്രമല്ല കുട്ടികൾ ഭാഷണ രൂപത്തിൽ പുറത്തുവിടുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും അധികം വളർച്ച പ്രാപിക്കുന്നത് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. കുട്ടികളുടെ ഭാഷാ പഠനം ഏറ്റവും തീവ്രമായിട്ട് നടക്കുന്നതും ഇക്കാലത്താണ്. ഭാഷകൾക്ക് ചില സാർവലൗകിക സ്വഭാവങ്ങളുണ്ട്. ഘടനാപരവും വളരെ സാമ്യമുള്ളതുമായിട്ടുള്ള ഭാഷകൾ എന്നും വ്യത്യസ്ത ഭാഷകൾ തമ്മിൽ ബാഹ്യമായിട്ടുള്ള ചില ലക്ഷണങ്ങളിൽ മാത്രമാണ് പ്രകടമായ അന്തരമുള്ളത് എന്നും ഇന്നും പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ബോധന സാമഗ്രികൾ: വായന, എഴുത്ത്, ഗണിതം, യുക്തിചിന്ത, സർഗാത്മകത തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള പഠനം എളുപ്പത്തിൽ സാധ്യമാക്കാനും ആശയരൂപീകരണത്തിനും ആശയഗ്രഹണത്തിനും TLM സഹായിക്കുന്നു. പഠനബോധന സാമഗ്രികൾ എന്തിന്? പഠനത്തിൽ താൽപ്പര്യം ജനിപ്പിക്കുന്നതിന്, ആശയരൂപീകരണം നടത്തുന്നതിന്, ആശയ വ്യക്തത കൈവരിക്കുന്നതിന്, ആശയധാരണ ഉറപ്പിക്കുന്നതിന്. പഠനം രസകരമാക്കുന്നു. സ്വയം പഠനത്തെ സഹായിക്കുന്നു. പഠനോപകരണങ്ങളുടെ സാമഗ്രികളുടെയും സവിശേഷതകൾ: പ്രയോഗ സാധ്യതയുള്ളത്, ലളിതമായി നിർമ്മാണത്തിലും ശേഖരണത്തിലും കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും പങ്കാളിത്തമുള്ളത്. പഠനക്ഷമത ഉറപ്പുവരുത്തുന്നത്, കുട്ടികളുടെ പരിമിതികൾ പരിഗണിക്കുന്നത്, ചെലവ് കുറഞ്ഞത്, കുട്ടികളുടെ സവിശേഷതകൾ പരിഗണിക്കുന്നത്, ഒട്ടും ചെലവില്ലാത്തത്, പുനരുപയോഗ സാധ്യതയുള്ളത്, പ്രാദേശിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു ഓൾ.